ഞാൻ ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുമ്പിൽ. ഇപ്പോൾ ജയസൂര്യ എന്ന് പറഞ്ഞ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അതേപോലെ തന്നെ വളരെ ഷോർട്ട് ടൈമിൽ 52ാമത്തെ പടം ചെയ്യുന്ന അജു വർഗീസ്, വളരെ ചെറിയ സമയം കൊണ്ട് 50 സെക്കൻഡ് ഫിലിം 52. അപ്പോൾ ഇവരുടെയൊക്കെ സ്റ്റൈൽ ഓഫ് ആക്ടിങ് വീണ്ടും ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ജയസൂര്യ എന്ന് പറയുന്ന ഈ ആക്ടർ ഓരോ ശ്വാസവും ആ കഥാപാത്രത്തിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറുതെ പോകുമ്പോൾ വളരെ കുറച്ച് പടം മാത്രം ചെയ്തില്ല എൻ്റെ അടുത്ത് ചോദിക്കും, എടാ ഇത് ഞാൻ ചെയ്തത് ശരിയായിട്ടുണ്ടോ, നിനക്ക് എന്താ തോന്നുന്നത്, എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ, ഇത് ഓക്കെയാണോ? അങ്ങനെ എല്ലാവരും ഇറലവൻ്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് പോലും അദ്ദേഹം ഒപ്പീനിയൻ എടുക്കാൻ റെഡിയാണ്. എൻ്റെ ക്യാരക്ടറിന് വേണ്ടി ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടാ, നിൻ്റെ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യില്ലേ. സോ ഹീസ് തിങ്കിങ് ഫോർ മെനി പീപ്പിൾ, ഹീസ് തിങ്കിങ് ഫോർ ദ ഫിലിം ആൻഡ് ഹീസ് തിങ്കിങ് ഫോർ ഹിംസെൽഫ്. ഇതൊരു ഭാഗത്ത്. അജു വർഗീസിൻ്റെ ഇയാൾ അവിടെ വന്നിരിക്കുന്നത് ഏത് സിനിമ ചെയ്യാനെന്ന പോലും ഇയാൾക്ക് വലിയ ബോധം ഉണ്ടാവില്ല. പുള്ളി വരും, രാവിലെ എന്താ ഭക്ഷണം കഴിക്കാനുള്ളത്, ഉച്ചയ്ക്ക് എന്താണുള്ളത്, വൈകുന്നേരം എന്താണുള്ളത്. പക്ഷേ സീനിൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പടാന്ന് പറഞ്ഞ് പെർഫോം. രണ്ട് ഡിഫറെൻറ്റ് ആക്ടേഴ്സാണ്. പുള്ളിക്കൊരു ടെൻഷനോ ഒന്നുമില്ല. പുള്ളിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജു ഈ സീനിൽ കരയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സ്ക്രീനിൽ എൻ്റെ പുള്ളി കരയാൻ തുടങ്ങും. അയ്യോ കരയാൻ എനിക്ക് പറ്റില്ല, ഡാൻസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, ഇങ്ങനത്തെ. പക്ഷേ അജു അതും പ്രത്യേകിച്ച് ചെയ്യും. അജു എഫേർട്ട് ഇടാതെ, ഇപ്പോൾ അജുവിൻ്റെ പെർഫോമൻസ് ഒക്കെ അജു എഫേർട്ട് ഇടാതെയാണ്. ഈ പറയുന്ന ആക്ടർ എഫേർട്ട് ഇട്ടിട്ടും കൂടി പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളി അടുത്ത ലെവലിലേക്ക് അല്ല, എനിക്ക് തോന്നുന്നു വെച്ചാൽ എഫേർട്ട് ഇടാത്തോണ്ടായിരിക്കും ഇത്രയും സട്ടിലായിട്ട് അജുവിന്റെ ഒരു റെൻഡറിങ്. അജു ഭയങ്കര കെയർ ഫ്രീ ആണ്, റിയൽ ലൈഫിൽ അഭിനയിക്കുമ്പോഴും കെയർ ഫ്രീ ആണ്. എനിക്ക് ഉറപ്പുണ്ട് അജുവിന് പ്രേതം. ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്തിട്ട് അജുവിന്റെ അടുത്ത് അജു പ്രേതം സിനിമയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു അജുവിന് അറിയില്ല. പക്ഷേ അജു എന്റെ കൂടെ ഉള്ള സീനിൽ അജുവിന് ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ല, അത് ആ ഒരു മൊമെന്റ് ആണ്, ആ ഒരു മൊമെന്റിൽ സംഭവിക്കുന്നതാണ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ ബോധേഡ് അല്ല, ഒട്ടും ഇൻസെക്യൂറും അല്ല.